നമസ്കാരം. സമസ്തയ്ക്ക് രണ്ട് നേതാക്കന്മാരുണ്ട്. ഒരാൾ പ്രസിഡന്റാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. രണ്ടാമത്തെ ഒരാൾ ജോയിന്റ് സെക്രട്ടറിയാണ്, അതുപോലെ മുഷവറ അംഗം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉമർ ഫൈസി മുക്കം. ഈ രണ്ടെണ്ണവും കൂടെ ചേർന്നിട്ട് സമസ്ത എന്ന് പറയുന്ന ഈ ഒരു സംഘടനയെ തന്നെ തകർക്കുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണങ്ങളുണ്ട്, പല കാരണങ്ങൾ നമുക്കതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു തർക്കം ലീഗിനകത്ത് അനുകൂലിക്കുന്ന കുറച്ചധികം ആൾക്കാർ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ എതിർക്കുന്ന അല്ലെങ്കിൽ ലീഗിനെ എതിർക്കുന്ന കുറേയധികം ആൾക്കാരും ഇവർക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഈ സമസ്ത എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ളിലുണ്ട്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കാര്യം നമ്മൾ ആദ്യം എടുക്കാം. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കാര്യം നമ്മൾ ആദ്യം എടുത്ത് എന്തുകൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളിനെതിരായി ഈ പ്രശ്നം ഈ സമസ്തയ്ക്കുള്ളിൽ ഉണ്ടാകുന്നു, അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറെക്കുറെ ചർച്ച ചെയ്തിരുന്നതാണ്. ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ഈ സമസ്തയിൽ തന്നെ വലിയ തോതിൽ ഒരു വിഭാഗീയ പ്രശ്നമുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂചനകൾ. എന്തുകൊണ്ടാണ്? അതായത് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് ആണ് എന്നിരിക്കലും ഇദ്ദേഹം സുപ്രഭാതം എന്ന് പറയുന്ന ഇവരുടെ മുഖപത്രത്തിൻ്റെ ചെയർമാൻ കൂടിയാണ്. ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി കാണും. അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ സരിൻ തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രപരസ്യം സമസ്തയിലും സിറാജിലും വന്നിരുന്നു. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരുടെ ചില വീക്ഷണങ്ങളുണ്ട്. UDF അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ലീഗ് വിരുദ്ധത എന്ന് പറയുന്ന ലീഗിനോടൊപ്പം, അതായത് UDF സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക, കാര്യം ലീഗിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ലീഗിനെ വേദനിപ്പിക്കാതെ നിൽക്കുക എന്ന് പറയുന്ന ഒരു ഘടകം അവിടെയുണ്ട്. അപ്പോൾ UDF എന്ന് പറയുന്നത് ലീഗ് പ്രധാന കക്ഷിയായി ഘടകകക്ഷിയായി വരുന്ന ഒരു മുന്നണി ബന്ധമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടും കോൺഗ്രസിലേക്ക് പുതുതായി ജോയിൻ ചെയ്ത സന്ദീപ് വാര്യർ എന്ന് പറയുന്ന മുൻ സംഘപരിവാറുകാരനെ മോശക്കാരനാക്കാനും വേണ്ടിയിട്ട് ഒരു പരസ്യം CPM പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. ഇതിലേറെ രസകരമായ ഒരു കാര്യം, CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ പാലക്കാട് എഡിഷനിൽ പോലും ഇങ്ങനെ ഒരു പരസ്യം വന്നില്ല എന്നുള്ളതുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പരസ്യം വരുന്നു. ഇത് മുൻപിൻ നോക്കാതെ കാശ് മാത്രം നോക്കിക്കൊണ്ട് ആ പരസ്യം സുപ്രഭാതത്തിൽ അച്ചടിച്ച് വരുന്നു. ജനങ്ങളെല്ലാം വായിക്കുന്നു. സമസ്തയിൽപ്പെട്ട ആൾക്കാർ അടക്കം ഈ പത്രം കാര്യമാത്ര പ്രസക്തമായി തന്നെ വായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ജനങ്ങളിലേക്ക് അതായത് സരിൻ തരംഗമാണ് വരാൻ പോകുന്നതെന്നും സരിൻ വലിയൊരു സ്ഥാനാർത്ഥിയാണെന്നും സരിനെ വലിയൊരു ആളാണെന്നും ഒക്കെ പറഞ്ഞു പരത്തുന്നതിനോടൊപ്പം തന്നെ UDFിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിച്ചേർന്ന സന്ദീപ് വാര്യർ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു ആ പ്രധാന പേജിലെ പരസ്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ അറിവോടുകൂടിയല്ല ഇത് പ്രസിദ്ധീകരിച്ചതെന്നും അങ്ങനെ പ്രസിദ്ധീകരിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയുമല്ലേ ചെയ്യേണ്ടത്? തീർച്ചയായും അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്താണ് ചെയ്തത്? അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ, അതായത് ഈ ചെയർമാൻ്റെ അറിവോ സമ്മതമോ കൂടാതെ എല്ലാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഈ രീതിയിൽ കുറ്റകരമായ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചലനം തന്നെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു തെറ്റ് ചെയ്തവരെ വിളിച്ച് മുറിയിൽ കയറ്റി വെറുതെ ആരും കേൾക്കാതെ ശകാരിച്ചു വിട്ടു. വേറെ കർശനമായ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. എന്നിട്ട് ഇദ്ദേഹം തങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ ശാസിച്ചിട്ടുണ്ട് പരസ്യമായി, അല്ലെങ്കിൽ അവരെ ശാസിച്ച് കർശന നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ പ്രശ്നത്തെ ലഘൂകരിക്കുകയായിരുന്നു സത്യത്തിൽ ഇദ്ദേഹം ചെയ്തത്, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചെയ്തത് നമുക്കറിയാം. ഇത് ഒരു വലിയ വിഭാഗം ആളുകൾക്ക്, ലീഗിനോട് പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ ലീഗിനോട് അടുപ്പം കാണിക്കുന്ന ലീഗിന്റെ സ്വാധീനത്തിൽ നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഇത് എതിർപ്പിനുള്ള വകയുണ്ടാക്കി. അതോടുകൂടി അവിടെ ഒരു വലിയ പ്രശ്നം ആരംഭിക്കുന്നു. അവിടെ ഈ ഒരു വിഭാഗീയതയുടെ ഒരു പ്രധാന കാരണക്കാരൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെയാണ്. ഈ കാരണം കൊണ്ട് തന്നെ ഇനി എന്തുകൊണ്ടാണ് ഉമർ ഫൈസി മുക്കം ഈ രീതിയിൽ ഒരു വലിയ വിവാദത്തിലേക്ക് പോകുന്നത്? ഉമർ ഫൈസി മുക്കത്തിനുമെതിരായി ഇവിടുത്തെ ആൾക്കാർ തിരിയാനുള്ള പ്രധാന കാരണം എന്താണ് എന്ന് കൂടി നമ്മൾ നോക്കേണ്ടി വരും. അതിനുള്ള പ്രധാന കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ഉമർ ഫൈസി മുക്കം നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് അനാവശ്യമായ പരാമർശം നടത്തിയിരുന്നു. അതിന് കാരണമുണ്ട്. അതായത് ഈ തങ്ങൾ കുടുംബത്തിന്, അതായത് പാണക്കാട് കുടുംബത്തിൽപ്പെട്ട തങ്ങൾമാരെല്ലാവരും പല പള്ളികളുടെയും പല മഹല്ലുകളുടെയും ഖാസിമാരാണ് എന്നുള്ളതാണ് അതിനതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഈ ഖാസിമാരായിരിക്കാൻ ചില യോഗ്യതകൾ വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു
പരോക്ഷമായ ഒരു വിമർശനമാണ് നടത്തിയത്. അതായത് യോഗ്യതയില്ലാത്ത പലരും ഖാസിമാരായി ഇരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഖാസിയാകാനും ചിലർ പരിശ്രമിക്കുന്നുണ്ട്, അങ്ങനെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കുറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, അല്ല എങ്കിൽ താൻ പല കാര്യങ്ങളും തുറന്നു പറയും എന്നുള്ള തരത്തിൽ ഈ ഉമർ ഫൈസി മുക്കം ഒരു പ്രസ്താവന ഇതിനു മുൻപേ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായും സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ UDF രാഷ്ട്രീയത്തിൽ കിടന്ന് തിളച്ചു മറിയുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട പ്രധാനികളിൽ ഒരാൾ ആണ് സത്യത്തിൽ ഈ പറയുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ വന്നതോടുകൂടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവരെ ഈ രീതിയിൽ ഒരു പരസ്യ പ്രസ്താവനയിലൂടെ അധിക്ഷേപിച്ച സ്ഥിതിക്ക് ഈ പറയുന്ന സമസ്തയിലുള്ള ഒരു വലിയ വിഭാഗം പ്രവർത്തകർക്ക് സത്യത്തിൽ ഇദ്ദേഹത്തോട് എതിർപ്പുണ്ട്. അതായത് ഉമർ ഫൈസി മുക്കത്തിനോട് എതിർപ്പുണ്ട്. അദ്ദേഹം മുഷവറ അംഗം കൂടി ആയതുകൊണ്ട് തന്നെ കേന്ദ്ര മുഷവറ കമ്മിറ്റിക്ക് ഇവരാണെങ്കിൽ പരാതി അയക്കുകയും ചെയ്തു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് എന്നുള്ളത് കോഴിക്കോട് കൈതപ്പൊയിൽ മഹല്ല് കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് കൈതപ്പൊയിൽ മഹല്ല് കമ്മിറ്റി ഇത്തരത്തിലൊരു നീക്കം നടത്തി? അതായത് ഇവർ ഈ സമസ്തയിലുണ്ടായ ഈ ഒരു പ്രശ്നം, ഈ രണ്ട് പ്രശ്നങ്ങൾ, ഒരു പ്രശ്നമല്ല രണ്ട് പ്രശ്നങ്ങൾ, ഒന്നത് ഉമർ ഫൈസി മുക്കത്തിൻ്റെ ഒരു പ്രശ്നവും അതോടൊപ്പം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാണിച്ച കൃത്യവിലോപവും, ഇത് രണ്ടും അവിടുത്തെ പ്രവർത്തകരെ നേതൃതലത്തിൽ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു, വിഭാഗീയതയിലേക്ക് എത്തിച്ചു. ഈ വിഭാഗീയത പതുക്കെ പടർന്ന് ഈ പാർട്ടിയുടെ സമസ്തയുടെ താഴെ ഘടകത്തിലേക്ക് വരെ എത്തിച്ചേർന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് കൈതപ്പൊയിൽ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ ഒരു എതിർപ്പിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് സമസ്തയിലെ പ്രശ്നങ്ങൾ താഴെ തട്ടിൽ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ഒരു വിഭാഗീയതയിലേക്ക് പോകുന്നു. ഇനി ഉമർ ഫൈസി മുക്കം എന്തുകൊണ്ടാണ് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് അനാവശ്യമായി അല്ലെങ്കിൽ പരോക്ഷമായി ഈ രീതിയിൽ ഒരു രാഷ്ട്രീയത്തിന്റെ ഇടപെടലിലൂടെ പലരും ഖാസിമാരാകാൻ ശ്രമിക്കുന്നു, ഖാസിമാകാൻ യോഗ്യതയില്ലാത്ത പലരും ഉണ്ട് എന്ന തലത്തിൽ പ്രസ്താവന ഇറക്കിയത്? അതായത് ഈ പാണക്കാട് തങ്ങൾമാർ ആണ് നിരവധി മഹല്ലുകളിലെ ഖാസിമാരായിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി എടുത്തു. ആ കൂട്ടായ്മയുടെ പേരാണ് ഖാസി ഫൗണ്ടേഷൻ എന്ന് പറയും. ഇങ്ങനെയൊരു കൂട്ടായ്മ ഉണ്ടാക്കി എടുത്ത സാഹചര്യത്തിൽ ഇത് സമസ്ത എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഭീഷണിയായി മാറുമോ എന്നുള്ള ചിന്ത ഉമർ ഫൈസി മുക്കത്തിൻ്റെ ആ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട് എന്ന് കരുതുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഭയത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് ഈ ഉമർ ഫൈസി മുക്കം പ്രസ്താവന ഇറക്കിയത്. ഈ പ്രസ്താവനയ്ക്കെതിരെ ഈ പറയുന്ന നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയും കെ മുനീറും അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു, പ്രതിഷേധ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ചില സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള സമസ്തയിലുള്ള പല പ്രവർത്തകർ ചിന്തിക്കുന്നത് ലീഗ് തങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള നീക്കത്തിലാണ്. അപ്പോൾ ലീഗ് അനുകൂലികളായ ഒരു വലിയ വിഭാഗം സമസ്തയിലുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനോട് ശക്തമായ എതിർപ്പുണ്ട്. അതായത് ഉമർ ഫൈസി മുക്കത്തിനോട് എതിർപ്പുണ്ട്. ഈ പറയുന്ന സരിൻ തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രഭാതത്തിൽ വാർത്ത പ്രസിദ്ധീകരിച്ച ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ആക്ഷേപമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ പോയാൽ ഏതാനും നാളുകൾക്കകം അടുത്തൊരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിക്കഴിയുമ്പോഴേക്ക് തീർച്ചയായും സമസ്തയിൽ ഒരു വലിയ വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സമസ്തയിലെ ഈ പ്രധാന രണ്ട് നേതാക്കന്മാരായ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഉമർ ഫൈസി മുക്കവും ഒറ്റപ്പെടാൻ തന്നെയാണ് സാധ്യത.